നമസ്കാരം. തൃശൂർ പാടിയൂർ ഇരട്ടക്കൊലക്കേസിൽ പ്രതിയായ പ്രേംകുമാർ ഉദയംപേരൂർ വിദ്യാക്കൊലക്കേസിലെയും പ്രതി. ആദ്യ ഭാര്യ വിദ്യയെ കൊന്ന് കാട്ടിൽ കുഴിച്ചുമൂടിയ കേസിൽ ജാമ്യത്തിലിറങ്ങിയ ആളാണ് പ്രേംകുമാർ. പാടിയൂരിൽ കൊലപ്പെടുത്തിയത് രണ്ടാം ഭാര്യ രേഖയും രേഖയുടെ അമ്മ മണിയെയുമാണ്. ആദ്യ ഭാര്യയെ കൊന്നത് കാമുകിയായ സുനിതയുമായി ഒന്നിച്ചു ജീവിക്കാൻ വേണ്ടിയായിരുന്നു. സുനിതയുമായി ചേർന്നാണ് ആദ്യ ഭാര്യ വിദ്യയെ കൊന്നത്. ജയിലിലായ പ്രേംകുമാർ ജാമ്യത്തിലിറങ്ങിയതിനു ശേഷം തൃശൂർ പടിയൂർ സ്വദേശിനി രേഖയെ വിവാഹം കഴിക്കുകയായിരുന്നു. രേഖയും അമ്മയും വാടക വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത്. പ്രേംകുമാർ ഇടയ്ക്കിടെ ഇവിടെ വന്നു പോയിരുന്ന ആളായിരുന്നു. കഴിഞ്ഞ ചൊവ്വാഴ്ച പ്രേംകുമാറിനെ ഈ വീട്ടിൽ കണ്ടതായി ദൃക്സാക്ഷികൾ പറയുന്നു. ഇന്നലെ വൈകിട്ട് ഈ വീട്ടിൽ നിന്ന് ദുർഗന്ധം വമിച്ചതോടെ അയൽവാസികൾ വീട്ടിനുള്ളിൽ ചെന്ന് നോക്കുന്ന സമയത്താണ് അമ്മയുടെയും മകളുടെയും മൃതദേഹങ്ങൾ അഴുകിയ നിലയിൽ കണ്ടെത്തിയത്. നാട്ടുകാർ വിവരം പോലീസിൽ അറിയിക്കുകയായിരുന്നു. ആദ്യം ആത്മഹത്യ എന്നാണ് പോലീസ് കരുതിയത്. പിന്നീട് വിശദമായി പരിശോധിച്ചപ്പോഴാണ് രേഖയുടെ നൈറ്റിയിൽ A4 ഷീറ്റ് പേപ്പർ പിൻ ചെയ്ത് വെച്ചതായി കണ്ടത്. രേഖ ആൺ സുഹൃത്തുക്കളോടൊപ്പം എടുത്ത സെൽഫി ചിത്രങ്ങളായിരുന്നു A4 ഷീറ്റ് പേപ്പറിൽ കണ്ടെത്തിയിരുന്നത്. രേഖയെ മോശക്കാരിയായി വരുത്തി കൊലപ്പെടുത്തിയെന്നാണ് പോലീസിന്റെ നിഗമനം. രേഖയെയും അമ്മ മണിയെയും കഴുത്തും ഞെരിച്ച് കൊലപ്പെടുത്തിയ ശേഷം പ്രതിയായി പ്രേംകുമാർ ഒളിവിൽ പോയിരിക്കുകയാണ്. 2019 പ്രേംകുമാർ വിദ്യ എന്ന ആദ്യ ഭാര്യയെ കൊന്ന് ഇറച്ചി അവശിഷ്ടങ്ങൾ കൊണ്ടിടുന്ന തിരുനെൽവേലിയിലെ പൊന്തക്കാട്ടിൽ തള്ളിയത്. മൃതദേഹം പ്രേംകുമാർ തള്ളുമ്പോൾ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിലൂടെ പരിചയം പുതുക്കിയ സഹപാഠി സുനിതയും ഒപ്പമുണ്ടായിരുന്നു. സുനിതയുമായി ഒന്നിച്ചു ജീവിക്കാൻ വേണ്ടിയായിരുന്നു വിദ്യയെ ഇയാൾ കൊലപ്പെടുത്തിയത്. പിന്നീട് അവർ ജയിലിലാവുകയും സുനിത അറിയാതെ ഇയാൾ രണ്ടാം ഭാര്യ രേഖയെ വിവാഹം കഴിക്കുകയും ചെയ്യുകയായിരുന്നു. കഴിഞ്ഞ ദിവസം രേഖ ഇയാളുടെ ഉപദ്രവം സംബന്ധിച്ച് പോലീസിൽ പരാതി കൊടുത്തിരുന്നു. അതിനുശേഷം ഇവരെ ഒഴിവാക്കുക എന്ന ചിന്തയോടെയാണ് ഇയാൾ ചൊവ്വാഴ്ച വീട്ടിൽ എത്തിയതെന്നാണ് പോലീസ് പറയുന്നത്. ആദ്യ ഭാര്യ വിദ്യയുടെ കൊലപാതകം സംബന്ധിച്ച് പോലീസിനെ വളരെയധികം വട്ടം ചുറ്റിച്ച ആളായിരുന്നു പ്രേംകുമാർ. അതുകൊണ്ട് തന്നെ ഈ കൊലപാതകം സംബന്ധിച്ച് ഇയാളെ എത്രയും വേഗം പിടികൂടാനുള്ള ശ്രമം നടത്തുകയാണ് പോലീസ്. ഇയാൾക്ക് വേണ്ടിയുള്ള ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾ അറിയാൻ പേജ് ഫോളോ ചെയ്യുക. അറിഞ്ഞില്ലേ, അലങ്കാറിലാണിപ്പോൾ യഥാർത്ഥ ചന്ത. അലങ്കാർ ബുധനാഴ്ച ചന്ത. പച്ചക്കറികൾ തോട്ടങ്ങളിൽ നിന്നും നേരിട്ടെത്തിക്കുന്നു. ഫ്രഷ് ഐറ്റം, ഒപ്പം വിലക്കുറവും. എല്ലാത്തരം പഴവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ, അരി, വെളിച്ചെണ്ണ തുടങ്ങി നിത്യോപയോഗ സാധനങ്ങൾക്ക് 50% കൂടുതൽ വിലക്കുറവ്. അലങ്കാർ ബുധനാഴ്ച ചന്തയിലെത്താൻ മറക്കരുത്. അലങ്കാറിലെത്തിയാൽ എന്തും വാങ്ങാം വൻ വിലക്കുറവിൽ. അലങ്കാർ ഹൈപ്പർ മാർക്കറ്റ്, സൂപ്പർ മാർക്കറ്റ്, പത്തനംതിട്ട, കോന്നി, ചങ്ങനാശ്ശേരി.